ദുബായിൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കുറേ ഹ്യൂമറൊക്കെ നടക്കുന്നുണ്ട്. വളരെ താഴേക്ക് പോകുന്നു, അല്ലെങ്കിൽ കൂടുതൽ സെയിൽസ് കുറവാണ്. ആക്ച്വലി എന്താണ് ഇപ്പോൾ ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൻ്റെ ഒരു സാധ്യത എന്താണ്? ദുബായ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഒരു എൻഡ് യൂസർ ലെവലിൽ ചിന്തിക്കുന്ന ആൾ, അതായത് അവർക്ക് താമസിക്കാനുള്ള ഒരു ഇടം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോഴെന്നാണ് ഞാൻ പറയാം. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പ്രൈസിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ പറ്റില്ല എന്നല്ല, നിലവിലുള്ള മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഡിമാൻഡിനനുസരിച്ച് അത് കൂടുതൽ ആളുകൾ ഇവിടെ ഈ പല ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അത് വേറെ ലെവലിലേക്ക് പോയി. ഫ്ലിപ്പേഴ്സ്, അതായത് നിലവിലുള്ള പ്രൈസിലേറെ കൂടുതൽ വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിൽ അത്രയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ലൊക്കേഷനിൽ ഇന്ന് അവൈലബിൾ ആണെന്നുള്ളത് ഇതൊരു വലിയ സൗകര്യമാണ്. ശരിക്കും മേടിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും ഡയറക്ട്ലി ഡെവലപ്പേഴ്സിൽ തന്നെ നമുക്ക് മേടിക്കാൻ കഴിയും. ഒരു ഫ്ലിപ്പേഴ്സിലേക്ക് പോകാതെ തന്നെ നല്ല പ്രോപ്പർട്ടീസ് നമുക്ക് ഡെവലപ്പേഴ്സിന് ഡയറക്ട്ലി, അതായത് പിന്നെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. കാരണം മുമ്പ് കുറച്ചുകൂടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഡെവലപ്മെന്റേഴ്സിന്ന് പല ആളുകളും ഒരു ബൾക്കായിട്ട് ഫ്ലാറ്റുകളൊക്കെ കൈകലാക്കുകയും പിന്നെ അവര് അത് പ്രൈസ് കൂട്ടി വെക്കുകയും ചെയ്യുന്നൊരു ആ ഒരു സാധ്യത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് ഇവിടെ ദുബായിലുള്ള ഓരോ പ്രൊജക്റ്റും നമുക്ക് മുമ്പുണ്ടായിരുന്നു നോക്കി അറിയാൻ പറ്റും. ഓരോ പ്രൊജക്റ്റും ആളുകൾക്ക് ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത ഒരു ഡിമാൻഡ്. കാരണം ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര ഹവറിന്റെ ഉള്ളിൽ തൗസൻഡ്സ് അപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ തൗസൻഡ്സ് യൂണിറ്റുകൾ വിത്തിൻ ഹവേഴ്സ് വിറ്റുപോകുന്ന ഒരു പ്രവണത ഇവിടെ കാണുമായിരുന്നു. അതായത് ദുബായിൽ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 10-20 വർഷത്തോളം ഇവിടെ ഒരു റെസിഡന്റ് ആയിട്ടുള്ള അൻവർ സാറിന് ഇപ്പൊ നിലവിലുള്ള ഒരു മാർക്കറ്റ് അറിയുന്നുണ്ടാവും. കാരണം ഒരുപാട് രാജ്യക്കാർ, പ്രത്യേകിച്ച് ഏകദേശം 100-ൽ കൂടുതൽ രാജ്യങ്ങളിലുള്ള ആളുകൾ എംപ്ലോയീസുമായിട്ട് നിരന്തരം ഇടപഴകുന്ന നിങ്ങൾക്ക് ഇവിടെ അവരുടെ ഒരു എന്താണ് അവരുടെ ഒരു മാനസികാവസ്ഥ? അത് നോർമലി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പല ആളുകൾക്കും ഇവിടെ ജോലി നഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ജോലി മാറേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്നും ഒരാളും തിരിച്ചു പോകാൻ ഇവിടുന്ന് താല്പര്യപ്പെടുന്നില്ല. അത് UAE മാത്രം ഒരു പ്രത്യേകതയായിട്ട്. ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഫാമിലിയെ അയക്കുന്നുണ്ടാവും, പക്ഷെ നോർമലി ഈ ആളുകളൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പോകുന്നത്, താൽക്കാലികം മാത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാലും ഈ മാർക്കറ്റിനെ കൃത്യമായിട്ട് പിടിച്ചു നിർത്തുവാനും അതുപോലെ തന്നെ തിരികെ കൊണ്ടുവരാനും വളരെ വളരെ പ്രാപ്തിയുള്ള ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമോ ബേജാറാവേണ്ട കാര്യമോ ഇല്ല. അത് ആ റെസ്പോൺസിബിലിറ്റി ഈ ഭരണാധികാരികൾ നോക്കും. ആ വിശ്വാസത്തിൽ തന്നെ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ വന്നിട്ടുള്ള ചെറിയ ഫ്ലക്ച്വേഷനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ ഫ്യൂച്ചർ സാധ്യതകളെ കുറിച്ച് പഠിക്കുവാനൊക്കെ ഈ സമയം വിനിയോഗിക്കുകയും കുറച്ചുകൂടെ ഒരു 2-3 മാസങ്ങൾ കൊണ്ട് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു UAE വരുമെന്നതിൽ സംശയമില്ല. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ UAE മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്തിൻ്റെ ഒരു മാർക്കറ്റാണ്. ഇപ്പം സംഭവിച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങളൊന്നും തന്നെ ഒരു ലോങ് ടൈം ബിസിനസ്സിനെ ഫോക്കസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം UAE താമസിക്കണമെന്ന ആളുകളെ സംബന്ധിച്ചോ ഒരു പ്രശ്നമേ അല്ല. നമുക്ക് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിന്റെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഈ ഒരു രാജ്യത്തിലെ ഇവിടുത്തെ ലീഡേഴ്സ്, ഇത്രയും വിഷണറീസ് ആയിട്ടുള്ള ആൾക്കാർ, നമുക്ക് അവരെ വിശ്വാസം അത് എല്ലാവർക്കും ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ വെറുതെ വാക്കാൽ മാത്രമല്ല അവർ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികൾ ഇവിടെ അത്രയും പെട്ടെന്ന്, കാരണം ഇവിടെ ഒരു വ്യത്യാസമില്ല, അതായത് സ്വദേശി എന്നോ ഒരു വിദേശി എന്നോ ഒരു വ്യത്യാസമില്ലാതെ ഇവിടെ നടപ്പിലാക്കുന്ന ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ഓരോ റെസിഡന്റിനും അതിന്റെ അനുഭവം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ വ്യവസായികൾക്കാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്
അല്ലെങ്കിൽ മറ്റുള്ള ഇവരുടെ നിൽക്കുന്ന ഫാമിലികൾക്കാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതി. അതെ അതെ. ഇപ്പൊ എനിക്കുള്ള ഒരു റിക്വയർമെന്റ് ഇപ്പോഴും വേണമെങ്കിൽ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്ന കേൾക്കുമ്പോൾ അതുവേ ഒരു പറയുന്നുണ്ട് ആളുകൾ, ദുബായ് മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് ഇതെല്ലാം ഒരു ഇതായിരുന്നല്ലോ, ഇപ്പൊ അങ്ങനെ ഉണ്ടോ അത്. പക്ഷെ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഇപ്പോഴും അത്രയും ഒരു നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ അത്രയും നല്ല ബിൽഡേഴ്സിന്റെ പ്രോജക്റ്റുകൾ ഇപ്പോഴും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുക്കാൻ ആളുകളുണ്ട്, അത് വിൽക്കുന്നുണ്ട്, അത് മേടിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ കാര്യമുള്ള പഴയ ബഹളങ്ങളൊന്നും മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ഈ ഫ്ലിപ്പേഴ്സിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലിപ്പേഴ്സ് നേരത്തെ ചെയ്തിരുന്ന അവര് കാര്യം ഇവിടെ അത്രയും ഡിമാൻഡ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഫ്ലിപ്പേഴ്സ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. കാരണം ഇവിടെ ഒരു ദിവസം കൊണ്ട് തന്നെ വിറ്റുപോയി അല്ലെങ്കിൽ അത് മേടിച്ചു വെച്ചാൽ തൊട്ട് അടുത്ത ദിവസം ഇത് വിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിടക്കുന്നതുകൊണ്ട് മാത്രം വന്നതാണ്. അപ്പൊ നിലവില് ഇപ്പോ ആളുകൾ ആ ഒരു ഭീതി മാറി വീണ്ടും ആൾക്കാർ മേടിക്കാനും കാര്യങ്ങളും തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് റേറ്റും കാര്യങ്ങളും കയറും. ഇപ്പൊ നല്ലൊരു അവസരമാണ് മേടിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ച്, ഇതൊരു ബെസ്റ്റ് ടൈമാണ്. കാരണം ഇപ്പൊ മേടിക്കുന്ന ആളുകൾക്ക് ഇപ്പോ പലപ്പോഴും നമുക്ക് പല GCC രാജ്യങ്ങളിൽ നിൽക്കുന്ന യൂറോപ്യൻസിന്റെ ഒക്കെ പല എൻക്വയറി റിക്വയർമെന്റ് നമുക്ക് വരുന്നുണ്ട്. അവര് പറയുന്നത് GCCയിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ദുബായിയാണ്, UAE ആണ്. അപ്പൊ അതുകൊണ്ട് അവര് അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ അവരെ കമ്പനിയോട് അവര് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം മറ്റു പല GCCന്നും ഞങ്ങള് UAE മാറ്റി തരണം, കാരണം UAE അവർ നിൽക്കാൻ ഇപ്പോഴും സേഫ് ആണ്. അതിന് കാരണം ഇതൊരു സേഫസ്റ്റ് കൺട്രി എന്നുള്ള ഒരു പേര് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് അനുഭവം, നമ്മുടെ അനുഭവങ്ങളും അതാണ്. അല്ല, അതിൽ സംശയമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഇത്രയും ഒരു ബുദ്ധിമുട്ടുകളിലൂടെ ഈ രാജ്യം കടന്നു പോയിട്ടും ഇവിടുത്തെ പൗരന്മാരെയും ഇവിടുത്തെ റെസിഡൻസിനെയും വളരെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവരെ സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവർ ആക്ഷൻ എടുത്തു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ഇനിയും ദുബായ്ക്കൊപ്പമാണ് അല്ലെങ്കിൽ UAEക്കൊപ്പമാണ് എന്നതിൽ സംശയമില്ല. അതെ, ഇപ്പൊ ദുബായിൽ ഒരു 10-20 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിൽ കൂടുതൽ നിന്നിട്ടുള്ള ഒരു റെസിഡന്റ്. ഞാൻ ഏകദേശം 25 വർഷത്തിൽ കൂടുതൽ GCCയിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ലൈഫിൽ എന്നും നമ്മൾ സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മൾ എന്നും ഒരു സ്വപ്നം കാണുന്ന ഒരു രാജ്യം തന്നെയാണ്. അതിനൊരു മാറ്റം വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്പോഴും ഇവിടെ മേടിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് ഇപ്പോഴും ഇവിടെ ധാരാളം അവസരങ്ങൾ, അതിനനുസരിച്ച് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങളുണ്ട്. ആളുകൾ അങ്ങനെ ഭീതിയിലേ അല്ല, മേടിക്കാതെ പുറത്ത് നിൽക്കുന്ന ആളുകളാണ് ഇവിടെ. അങ്ങനെയാണ് ഇവിടെ. ഇങ്ങനെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ദുബായ്ക്ക് പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ UAEക്ക് പുറത്തുള്ള ആളുകൾക്കാണ് കൂടുതൽ ആശങ്കകൾ തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫ് ആണ്. മാത്രമല്ല പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. ബഹളങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ അറിയിക്കുന്നില്ല. ആവശ്യമില്ല. കാരണം അതിനെക്കുറിച്ച് നമ്മുടെ കൈകളിൽ അല്ലാത്ത കുറെ കാര്യങ്ങൾ അതിന്റെ പാട്ടിന് വിടുക. കാരണം ഇത്രയും ഇതായിട്ടുള്ള ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോ ഇവിടെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഒരു ഡൗൺ പേയ്മെന്റ് ചെയ്താലും പിന്നെ അവരുടെ ഒരു പ്രധാന ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ബാങ്കിൽ നിന്ന് മോഡറേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് എന്താണ് അതിന്റെ ഒരു സാധ്യത, എന്താണ് ചലഞ്ചസ്, എന്തൊക്കെയാണ് ഇതില് വലിയൊരു വിഷയം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യൻസ് മലയാളികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മോർഗേജിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു പഠനം ആവശ്യമാണ്. കാരണം ഇന്ന് ഡയറക്റ്റ് ബാങ്ക് വഴി മോർഗേജ് ചെയ്യാതെ ₹1 പോലും ഇൻട്രസ്റ്റ് വരാണ്ട് നമുക്കൊരു EMI ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഡെവലപ്പേഴ്സിനെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ചോയ്സ്. അതിന് നോക്കണ്ട. ഇപ്പോ പലപ്പോഴും പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ഇപ്പൊ ഇവിടെ എടുക്കുന്ന 2-3 രീതിയിലൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട്. അവരുടെ സാലറി ബേസ് ചെയ്തിട്ട് മോർഗേജ്, അതല്ലെങ്കിൽ അവരുടെ മറ്റുള്ള വരുമാനങ്ങൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും അല്ലാണ്ട് പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ ഡെവലപ്പേഴ്സ് തന്നെ 0% ഇൻട്രസ്റ്റില് മോർഗേജ്, അതും ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ പീരീഡ് മാത്രമല്ല, ആഫ്റ്റർ ഹാൻഡ് ഓവർ വരെ ഇവര് വീണ്ടും 5 വർഷം 10 വർഷമൊക്കെ ഫ്രീ ഇൻട്രസ്റ്റോട് 0 ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ എപ്പോഴും വേണ്ടത്, നിങ്ങൾ പലപ്പോഴും ഒരു പ്രോപ്പർട്ടി മേടിക്കുമ്പോഴുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം കാണുന്നത്
ഡെവലപ്പറാണ്. ഒരുപക്ഷെ അതിൽ ഡയറക്റ്റ് ഒരു ഇവിടെ ദുബൈയുടെ ഒരു DLD സർട്ടിഫൈഡ് ഏജന്റ്, ഒരു കൺസൾട്ടന്റ് ഒരുപക്ഷെ അവർക്ക് ഉണ്ടാവില്ല. ഡയറക്റ്റ് അവരെന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് കരുതി ഡയറക്റ്റ് അവര് പോയിട്ട് കാണും. പിന്നെ ഇത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതിനെ കുറിച്ച് ഡെവലപ്പേഴ്സ്, എല്ലാ ഡെവലപ്പേഴ്സ് ഇതുപോലെയുള്ള ലോൺ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള ഫെസിലിറ്റി കൊടുക്കാത്തവരുണ്ടാവാം. അപ്പൊ അവര് പുറത്തുള്ള ബാങ്കുകളെ അല്ലെങ്കിൽ പുറത്തുള്ള ഒരു മോർഗേജ് കൺസൾട്ടൻസിനെ അവർ കാണുന്നത്. ഇതിനുള്ള ഒരു അപകടം എന്താ വെച്ച് കഴിഞ്ഞാൽ പല മോർഗേജ് കൺസൾട്ടൻസും ഇതിന്റെ എല്ലാ വശങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് ലോകത്തിന്റെ എവിടെയാണെങ്കിലും ലോൺ എടുക്കുമ്പോൾ ഇതിന്റെ ഏകദേശം ഈ 10-40 പേജ് വരുന്ന ഇതിന്റെ എഗ്രിമെന്റ് ഫുള്ളായിട്ടും വായിച്ചു നോക്കിയിട്ടല്ല ആളുകൾ പോകുന്നത്. ഇതിൽ കുറെ ടേംസ് വരുന്നുണ്ട്. ഈവൻ ഇയാളുടെ സാഹചര്യം കുറച്ച് കഴിഞ്ഞാൽ ഇതേ ജോലി ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇതേ വരുമാനം, ഈ ഇൻകം സോഴ്സ് അതേപോലെ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇതിനെന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചോ ഒരു വ്യക്തമായ ധാരണ എടുക്കാണ്ട് ഒരു എടുത്തുചാട്ടത്തിന്റെ പുറത്ത് മോർഗേജ് പോയിട്ട് പെടുന്ന കുറെ മലയാളികൾ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ഒരു മോർഗേജ് കൺസൾട്ടന്റിന് പകരം ഒരു പ്രോപ്പർട്ടി, ഒരു ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടന്റിനെ കണ്ട് അവരുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അത് എത്രത്തോളം അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അവരുടെ വരുമാനം എന്താണ്, നിലവിൽ പിന്നീട് ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഇതിനെങ്ങനെ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇവര് സപ്പോർട്ട് ചെയ്യും, ഇതിനൊക്കെ കൃത്യമായിട്ട് അവർ കാണേണ്ടത് മോർഗേജ് കൺസൾട്ടന്റിനല്ല, അവർ വേണ്ട ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടന്റ്. അത് ഇവിടെ ഒരു ദുബായ് DLD സർട്ടിഫൈഡ് ആയിട്ടുള്ള കൺസൾട്ടന്റിനെയാണ് ശരിക്കും കാണുക. കാരണം ഇവിടുത്തെ യഥാർത്ഥ ലോ എന്താണ്, ഇവിടെ ഒരിക്കലും ഒരാളും വഞ്ചിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നിയമങ്ങൾ ഇത്രയും കർശനമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് നമുക്ക് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ഏജൻസിനെ ഇവിടെ കാണാൻ പറ്റും. പക്ഷെ അതില് DLD സർട്ടിഫൈഡ് ആയിട്ടുള്ള കൺസൾട്ടന്റിനെ കണ്ട് ചെയ്താൽ മാത്രമാണ് കൃത്യമായിട്ട് ഇവർക്ക് ഒരു സപ്പോർട്ട് ഏത് ഭാഗത്തു നിന്നും കിട്ടുന്നു. കാരണം ഡെവലപ്പറുടെ ഭാഗത്തുനിന്നായിക്കോട്ടെ, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ, ഇതല്ല ഇയാൾക്കൊരു വിഷയം വരുമ്പോ ഇതിനൊന്ന് റീസെല് ചെയ്യാനോ അല്ലെങ്കിൽ ഇയാൾക്കൊരു വരുമാനം വർദ്ധിപ്പിക്കാനോ, ഇയാൾ എവിടെയും സ്റ്റെക്കായി പോവാണ്ട് ഇയാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൺസൾട്ടന്റ്. അതിന് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ആഡിന്റെ പുറത്തോ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് ഒരു പ്രോപ്പർട്ടി എടുക്കാൻ പോകരുത്. കൃത്യമായ പഠനങ്ങൾ നടത്തി, ഈവൻ മോർഗേജ് ആണെങ്കിൽ പോലും അതിനെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, സാധാരണ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. മാസം 3000 ദിർഹം പേ ചെയ്താൽ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം, അല്ലെങ്കിൽ 2000 ദിർഹം പേ ചെയ്താൽ പ്രോപ്പർട്ടി സ്വന്തമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഡുകൾ കാണാറുണ്ട്. സത്യത്തിൽ എന്താണ് അതിന്റെ ഒരു റിയാലിറ്റി? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഡിജിറ്റൽ മാർക്കറ്റിംഗില് ഒരു ലീഡ്സ് ജനറേറ്റ് ചെയ്യാന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഓരോ ആഡുകൾ ഇടുന്നതാണ്. പക്ഷെ പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ അവർക്ക് മനസ്സിലാവാൻ പറ്റും ഇതിനൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും, 20%-ഓ 30%-ഓ ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും, DLD ചാർജസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ഇത്ര വർഷം പേയ്മെന്റ് 1% ആണെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്റെ 1%, ഇപ്പൊ ചില ഡെവലപ്പേഴ്സ് 0.5% EMI എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ വാല്യൂ ആണ് വരുന്നത്. അതല്ലാതെ ഒരിക്കലും ഈ 2000-നും 3000-നും ഇവിടെ പ്രോപ്പർട്ടി കിട്ടുന്നല്ല ഇതിന്റെ അർത്ഥം. പലപ്പോഴും അതില് ആൾക്കാർ ആ ഒരു പ്രതീക്ഷയിൽ കുറെ കോൾസ് നമുക്ക് വരാറുണ്ട്. എന്റെ യഥാർത്ഥ വശം എനിക്ക് പറയാനുള്ളത്, ഏത് പ്രോപ്പർട്ടി സെല് ചെയ്യുന്ന ഏജൻസി ആണെങ്കിലും കൺസൾട്ടന്റ് വെറുതെ ആളുകളെ കൺഫ്യൂഷൻ ആക്കാണ്ട് കൃത്യമായിട്ടുള്ള അവർക്കുള്ള വിവരങ്ങൾ കൊടുക്കുക. കാരണം ഇവിടെ ഒരുപാട് പേര് സ്വന്തം നാട് പോലെ തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആയിട്ട്. കാരണം അവർ മേടിക്കണം, അവരെല്ലാം മേടിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ അവർക്ക് വേണ്ട ശരിക്ക് യഥാർത്ഥ ഒരു റൈറ്റ് ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. കാരണം അവരെ ഫസ്റ്റ് തന്നെ തളർത്തി കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഭാഗത്തോട്ട് വരാണ്ടാവും. അല്ല, പലപ്പോഴും പല ആളുകളും ഇവിടെ ഒരു വീട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുകയും, പക്ഷെ ഇങ്ങനത്തെ ഇതൊക്കെ കണ്ട് അന്വേഷിക്കുമ്പോഴായിരിക്കും അപ്പോഴായിരിക്കും 300,000 അല്ലെങ്കിൽ 400,000 ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യണം, പിന്നെയാണ് ഈ 3,000 എന്ന് പറയുന്നത്. കൂടാതെ DLD-യുടെ 4% അത് വേറെ വരും. ഇങ്ങനെയുള്ള ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അവർക്ക് ഇത്രയേ ഉള്ളൂ. ഇതില് അവര് ലീഡ്സ് കിട്ടാൻ വേണ്ടി പിന്നെ അത് വെച്ച് ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ്. ഓക്കെ, അതൊരു മാർക്കറ്റിംഗിന്റെ തന്ത്രമായിരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് പറയാനുള്ളതാണ്, ഇതിനൊക്കെ നിങ്ങൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യേണ്ടത് ഒരു ആഡിന്റെ പുറകെ പോകാണ്ട് നിങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിനുള്ള അവസരം ഇവിടെ ദുബായ് ഗവൺമെന്റ് അതോറിറ്റികൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ നിങ്ങൾക്ക് ഒരു DLD ഒരു സർട്ടിഫൈഡ് കൺസൾട്ടന്റിനെ കണ്ടു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇവിടെയുള്ള ഓരോ പ്രൊജക്ടിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്പറെ കുറിച്ച് അവരുടെ ഹിസ്റ്ററി ഇതെല്ലാം നോക്കണം. ഒരു പ്രോപ്പർട്ടി നമ്മൾ മേടിക്കുമ്പോഴും അവരുടെ ഹിസ്റ്ററി, അത് അവർ ടൈംലി ഹാൻഡ് ഓവർ ആണോ, കൃത്യമായിട്ട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ, ഫർണിഷിംഗ് 100% ഫർണിഷിംഗ് എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് ചെയ്യാനുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ, ഇതെല്ലാം ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൽ എല്ലാവരും കാണുന്നത്, എല്ലാവരും പറയുന്നത് നോർമലി എന്താ പറയുന്നത്, ദുബായിൽ എന്നല്ല മറ്റുള്ള പല സ്ഥലങ്ങളിലാണെങ്കിലും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെന്റൽ ROI അതാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോ ആ ഒരു എൻഡ് യൂസർ അല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിൽ ഒരു വരുമാനമാക്കാൻ വേണ്ടിയിട്ട് റെന്റൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് 2 ഓപ്ഷനാണ്. റെന്റൽ ഡയറക്റ്റ് നമുക്ക് ആനുവൽ റെന്റൽ കൊടുക്കാം, അതെല്ലാം നല്ല നല്ല സ്ഥലങ്ങളാണെങ്കിൽ, അതുപോലത്തെ സ്ഥലങ്ങളാണെങ്കിൽ നമുക്കത് ഹോളിഡേ ഹോംസിന് കൊടുക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ മന്ത്ലി ഡെയിലി ബേസിൽ വരെ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഡബിൾ ആക്കാൻ പറ്റും. ROI അവരുടെ ഡബിൾ ആക്കാം. ഇതിന്റെയൊക്കെ അപ്പുറം ഇതിന്റെ അപ്രിസിയേഷൻ. അപ്പൊ ഇതിനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പരസ്യം കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ബേസ് പരസ്യം കണ്ടോണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്. കൃത്യമായിട്ട് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റിനെ തീർച്ചയായിട്ടും, കാരണം അവർക്ക് വർഷങ്ങളോളമുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. കാരണം ഈ ഒരു ഡെവലപ്പർ എന്തൊക്കെ ഇതുവരെ ചെയ്തു, ഏത് പ്രൊജക്ടുകളൊക്കെ, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി കൺസൾട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇവിടെ ഒരു സർട്ടിഫൈഡ് കൺസൾട്ടന്റ് ആണെങ്കിൽ അയാൾക്ക് അറിയാൻ പറ്റും വരാൻ പോകുന്ന ഒരു 10 വർഷം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു 5 വർഷം ഇവിടെ എന്തൊക്കെ ഡെവലപ്മെന്റ് നടക്കും, ഏതൊക്കെ ഏരിയയൊക്കെ അപ്രീസിയേഷൻ വരും, ഏതൊക്കെ മെട്രോ ലൈൻ അവിടെ വരും, അവിടെ എന്തൊക്കെ പ്രോജക്റ്റുകൾ വരാനുണ്ട്, അവിടെ എത്രത്തോളം കൃത്യമായിട്ട് അയാൾക്ക് പറയാൻ പറ്റും. 3 വർഷം കഴിഞ്ഞാൽ അവിടെ ഇന്ന മെട്രോ വരും, അവിടെ ഇത്ര അപ്രീസിയേഷൻ വരും, ഇത്ര പെർസെന്റേജ് കൂടും. ഇത് കൃത്യമായിട്ട് ഇതാണ് അതിന്റെ യഥാർത്ഥ സയൻസ് ഇതാണ്. അപ്പോ ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരിക്കലും അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അൻവർ സാറിനെ പോലെയുള്ള ഇപ്പോ ഇവിടെ ഒരുപാട് മലയാളികൾ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവരോടൊക്കെ പറയാനുള്ള, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നതിനെ കുറിച്ചോ മറ്റുള്ളതിനെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താ? അതായത് ഇവിടെ നമ്മളൊരു ദീർഘനാൾ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പ്രോപ്പർട്ടി കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. മാത്രമല്ല ഇവിടുത്തെ ഒരു ഗ്യാരണ്ടീഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങുകയും അതിനൊരു അപ്രീസിയേഷനൊക്കെ വന്ന് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രോഫിറ്റും, UAE നമ്മളൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനൊരു അപ്രീസിയേഷൻ വന്ന് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റും തമ്മിൽ വലിയ വ്യത്യാസം. ഒന്ന് ടാക്സിന്റെ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ ഒരു കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റിയൽ എസ്റ്റേറ്റ് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ അതിലിതാണ് പ്രധാനമായിട്ട് കൃത്യമായിട്ട് പഠിക്കുക, നമുക്ക് എന്താവശ്യമാണെന്ന് പഠിക്കുക. ഇപ്പോൾ പല ആളുകളും ഒരു താമസിക്കാനുള്ളൊരിടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് അതിലൊരു ബിസിനസ്സായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ റിക്വയർമെൻറ്റ് അത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ റെൻ്റ് കൊടുക്കുന്ന ആ പൈസ നമ്മൾ വളരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ വലിയ വരുമാനമാക്കി മാറ്റാൻ കഴിയും. മാത്രമല്ല ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിയുകയും പിന്നീട് ഒരു 2-3 വർഷം അവർക്ക് ആ ഒരു റെന്റ് കൊടുക്കുന്ന ഒരു സംഖ്യ അവർക്ക് മാറ്റിവെക്കാനും കഴിഞ്ഞാൽ ഒരു 3 വർഷം കഴിയുമ്പോൾ ഒരു പുതിയ പ്രോപ്പർട്ടിയിൽ നമുക്ക് താമസിക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന റെന്റ് മാത്രം നൽകിക്കൊണ്ട് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാനും കഴിയും. അപ്പോൾ ഈ ഒരു വ്യൂവിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ചും കൂടി ഈ ഒരു സമയം കുറച്ചുകൂടെ ബെസ്റ്റ് ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. എന്തായാലും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ ഇങ്ങനെ ഒരു ആളുകൾക്ക് അറിവ് കിട്ടുന്ന കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. വളരെ താങ്ക് യു.